ഇറാനുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇറാൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയിലാണ്. ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും പുതിയ തീരുവ 25% അത് US പ്രസിഡന്റ് ചുമത്തുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ട്രംപ്. രാജ്യത്ത് സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. അത് ഇന്ത്യയെയും കടുത്ത രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. US-നും ഇറാനുമിടയിൽ യുദ്ധഭീതിയും ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഇറാനിൽ വ്യോമാക്രമണം നടത്തുന്നത് പരിഗണിക്കുന്നതായി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അതേസമയം അമേരിക്ക ആക്രമിച്ചാൽ തക്കതായ മറുപടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ്, ഇത്തരത്തിൽ വലിയ സംഘർഷം ഇറാനിൽ പുരോഗമിക്കുകയാണ്. തെരുവ് യുദ്ധമാണ് അവിടെ എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ പ്രവിശ്യകളിലേക്ക് ഈ സംഘർഷം വ്യാപിക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് അമേരിക്കൻ ഇടപെടലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഒരു തരത്തിലും ഒരു അടരഞ്ജനത്തിനോ അല്ലെങ്കിൽ സമാധാനത്തിനോ ഒരു തരത്തിലും നീക്കങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, അമേരിക്കൻ ഭീഷണി അത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെ ഇറാനെതിരെ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നതായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. ഇപ്പോൾ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് അവരും കൂടി ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് അമേരിക്ക ഇറാന് മേൽ ഒരു എയർ സ്ട്രൈക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നതായിട്ടാണ് കരോലിൻ ലെവിറ്റ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഈ വൈറ്റ് ഹൗസിൽ നിരവധി കാര്യങ്ങൾ ചർച്ചയിലുണ്ട്. അത്തരത്തിൽ പല ചർച്ചകൾ നടന്നതിൽ ഒന്ന് മാത്രമാണ് ഈ എയർ സ്ട്രൈക്കിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ ട്രംപ് എപ്പോഴും മുൻഗണന കൊടുക്കുന്നത് ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചർച്ചകൾക്കാണ്. അത് കഴിഞ്ഞ് ഒരു ഫൈനൽ ഓപ്ഷൻ എന്നുള്ള നിലയിൽ മാത്രമേ സൈനിക നടപടി അദ്ദേഹം സ്വീകരിക്കാറുള്ളൂ. എന്നാൽ ഇപ്പോൾ അത്തരം കാര്യങ്ങളാണ്, ഈ സൈനിക നടപടിക്കുള്ള നീക്കങ്ങളാണ് കൂടുതൽ ചർച്ചയാകുന്നത് എന്നാണ് കരോലിൻ ലെവിറ്റ് പറഞ്ഞത്. ഇപ്പോൾ US ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇറാനിലുള്ള US പൗരന്മാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ രാജ്യത്തുണ്ടെങ്കിൽ എത്രയും വേഗം രാജ്യത്ത് നിന്ന് പുറത്തു പോകണം, രാജ്യം വിടണം എന്ന് US തങ്ങളുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോഴിതെല്ലാം നയിക്കുന്നത് അമേരിക്ക ഇറാന് മേൽ ഒരു സൈനിക നീക്കം നടത്തും എന്നുള്ള ഒരു അഭ്യൂഹങ്ങളിലേക്കാണ്. അതുമാത്രമല്ല, ഇപ്പോൾ പുതുതായിട്ട് ട്രംപ് പ്രഖ്യാപിച്ച തീരുവ അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ വഴി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇറാനുമായി വ്യാപാര ബന്ധം നടത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ 25% തീരുവ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രംപിൻ്റെ ഈ നീക്കം എന്ന് പറയുന്നത്. അതായത് ട്രംപ് ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇത് അന്തിമവും അതുപോലെ ഫൈനലുമായിരിക്കും, ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ 25% തീരുവ നിലവിൽ വരുന്നതോടുകൂടി അത് ഇന്ത്യയെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇന്ത്യയും ഇറാനും തമ്മിൽ വ്യാപാര ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സാമാന്യം ഒരു കുറഞ്ഞ വ്യാപാരമാണ്. 2019 വരെ ഇന്ത്യയും ഇറാനും തമ്മിൽ ഏതാണ്ട് $17 ബില്യൺ വ്യാപാരം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കേവലം 1.84 ബില്യൻ്റെ വ്യാപാരം മാത്രമേ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നുള്ളൂ. പ്രധാനമായിട്ടും ഇന്ത്യ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് കൂടുതൽ. ഈ തേയിലപ്പൊടി, അതുപോലെ തന്നെ ബസ്മതി റൈസ്, അതുപോലെ മറ്റ് ഈ വൈദ്യുതി ഉപകരണങ്ങൾ, പഞ്ചസാര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യ ഇറാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ താരതമ്യേന കുറവാണ്. ഡ്രൈ ഫ്രൂട്ട്സ് അടക്കമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇന്ത്യ ഇറാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. മുൻപ് ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങിച്ചിരുന്നു. എന്നാൽ ഈ അന്താരാഷ്ട്ര ഉപരോധങ്ങളും മറ്റും കാരണം 2019 ശേഷം അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ 25% തീരുവ ഇറാനുമായി ബന്ധം പുലർത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും മേൽ പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ അത് ചെറിയ വ്യാപാരമാണെങ്കിൽ പോലും ഇന്ത്യയും മോശമായി തന്നെ ബാധിച്ചേക്കും നിലവിലെ സാഹചര്യത്തിൽ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അമേരിക്ക ഇത്തരത്തിൽ ഭീഷണികൾ തുടരുമ്പോൾ ഇറാനും ചുമ്മാതെ ഇരിക്കുന്നില്ല. ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള എഫ് എം അരക്ചി അദ്ദേഹം കഴിഞ്ഞ ദിവസം അൽ ജസീറയ്ക്ക് ഒരു അഭിമുഖം നൽകിയിരുന്നു. അദ്ദേഹം ആ അഭിമുഖത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത് ഇറാൻ തങ്ങളെ US തങ്ങളെ പരീക്ഷിക്കാൻ ശ്രമിച്ചാൽ യുദ്ധത്തിന് പോലും തങ്ങൾ മടിക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുമാത്രമല്ല, അവകാശവാദം ഇറാന് ചില കോംപ്രമൈസുകൾക്ക് തയ്യാറാകുന്നു, ചർച്ചകൾക്കൊക്കെ തയ്യാറാകുന്നു എന്നും മറ്റുമാണല്ലോ അജയ്. അതിൽ വാസ്തവമില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, പല കാര്യങ്ങളിലും ഇത്തരം അധിക വർത്തമാനങ്ങൾ പറയുന്ന ഒരാൾ കൂടിയാണ് ട്രംപ്. അങ്ങനെ മാത്രം കണ്ടാൽ മതിയോ? ഒരു തരത്തിലും അനുരഞ്ജനത്തിന് അമേരിക്കയുമായി ഇറാൻ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്?
ഇറാനിലെ സാഹചര്യങ്ങൾ അത് നമുക്കിപ്പോഴും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല രഞ്ജിത്ത്. കാര്യം അവിടെ ഇൻ്റർനെറ്റ് നിരോധനമുണ്ട്. ഇപ്പോൾ സ്റ്റാർലിങ്ക് വഴിയുള്ള കമ്മ്യൂണിക്കേഷനും പൂർണ്ണമായിട്ട് നിരോധിച്ചുകൊണ്ട് അവർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള മറ്റ് കാര്യങ്ങളൊന്നും പുറത്തു പോകുന്നില്ല. എന്നാലും ഇപ്പോൾ അവിടെ ഭരണകൂടം ഈ പ്രതിഷേധങ്ങൾ ഇത്രയധികം വ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഭരണകൂടം ഒരു അനുരഞ്ജന നീക്കമാണ് നടത്തുന്നത് എന്ന് നമുക്ക് ആദ്യമേ വ്യക്തമായ കാര്യമാണ്. ഇതിനു മുൻപേ 2019 അവിടെ വലിയൊരു പ്രതിഷേധം നടന്നിരുന്നു. ഏറ്റവും അവസാനമായി 2023 ഒരു പ്രതിഷേധം നടന്നിരുന്നു. അപ്പോഴെല്ലാം വലിയ രീതിയിൽ സൈന്യത്തെ മറ്റും ഇറക്കി അതിനെ പൂർണ്ണമായിട്ടും അടിച്ചമർത്തുന്ന ഒരു നീക്കമായിരുന്നു ഇറാൻ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ നിലവിൽ ഈ പ്രതിഷേധക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. അവരുടെ ആവശ്യങ്ങൾ കേൾക്കാം. ആദ്യഘട്ടത്തിൽ ഈ അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു $7 വില വരുന്ന ധനസഹായം നൽകാമെന്ന് പ്രഖ്യാപിക്കുക വരെ അന്ന് ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു അനുരഞ്ജന നീക്കം പലപ്പോഴും അവർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പല വിദേശകാര്യ നയതന്ത്രജ്ഞന്മാരും പ്രതികരിച്ച സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ പ്രതികരിച്ചിരുന്നു. അതുപോലെ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചപ്പോഴൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യം US-മായി നിരന്തരം ചർച്ചകൾ തുടരുന്നതായിട്ടാണ് ഇവരെല്ലാവരും പ്രതികരിച്ചത്. എന്നാൽ US-ൻ്റെ ഈ കടുത്ത ഭാഷയിലുള്ള നിലപാടിൽ അതിന് തക്കതായിട്ടുള്ള മറുപടിയും അവർ നൽകുന്നുണ്ട്. അപ്പോൾ US-മായി ചർച്ചകൾ നടക്കുന്നതായി അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ഒരു അനുരഞ്ജന ശ്രമം, ഈ ആക്രമണം നടക്കാതിരിക്കാനുള്ള ഒരു നീക്കം അത് നടത്തുന്നതായിട്ട് ആരും പറയുന്നില്ല. ഈ യുദ്ധ സാഹചര്യം അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതായിട്ടും പറഞ്ഞിട്ടില്ല. യുദ്ധ സാഹചര്യത്തിനെ പറ്റി ഈ ഇറാൻ്റെ നയതന്ത്ര പ്രതിനിധികൾ പ്രതികരിക്കുമ്പോൾ അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം ഇവിടെ പാർലമെൻറ്റ് സ്പീക്കർ പറഞ്ഞതാണെങ്കിലും ഇപ്പോൾ വിദേശകാര്യ മന്ത്രി പറഞ്ഞതാണെങ്കിലും, ഈ US ആക്രമിച്ചാൽ തക്കതായിട്ടുള്ള മറുപടി നൽകും, തക്കതായി തിരിച്ചടിക്കും, യുദ്ധമെങ്കിൽ യുദ്ധം എന്നുള്ള രീതിയിലാണ് മറുപടി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് സ്പീക്കർ അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിലുള്ള US ബേസുകളെയും US കപ്പലുകളെയും ആക്രമിക്കും എന്നുവരെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ US അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളൊരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആഭ്യന്തര പ്രശ്നം, തെരുവുകളിൽ വലിയ യുദ്ധം നടക്കുന്നു, അവിടെ കൂടുതൽ പ്രവിശ്യകളിലേക്ക് ഈ സംഘർഷം വ്യാപിക്കുന്നു, അത്തരമുള്ള കാര്യങ്ങളും ഉണ്ടല്ലോ. അത് ഒരു തരത്തിലും ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം വല്ലാതെ വർദ്ധിക്കുന്നുവെന്നാണ് നേരത്തെ അജയ് പറഞ്ഞതുപോലെ. അവിടെ അകത്തു നിന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകാൻ വലിയ പ്രയാസമുണ്ട്. എന്തൊക്കെ സംഭവിക്കുന്നു, എത്ര പേർ മരിച്ചു എന്നൊക്കെ അറിയാൻ അത് ചില മാധ്യമങ്ങൾ വഴി മാത്രം അറിയുന്ന വിവരമാണ് നമുക്കുള്ളത്. പക്ഷേ അപ്പോഴും അവിടെ പ്രശ്നങ്ങൾ അത്യന്തം വഷളാണ് എന്നുള്ള സൂചനകൾ തന്നെ അല്ലേ പുറത്തു വരുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ നിലവിൽ മരണസംഖ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടത് US ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ചില ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ് ആണ്. അവരുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 600ഓളം പേർ മരിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. 10,000-ലധികം പേരെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായി തന്നെ അവിടുത്തെ സാഹചര്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അവിടെ ചില വ്യാപാരികൾക്കിടയിൽ മാത്രം നിലനിന്നിരുന്നൊരു പ്രതിഷേധമായിരുന്നു. അതായത് അവിടുത്തെ കനത്ത വിലവർധന, അതുപോലെ തന്നെ ഈ വിലവർധന, ഇൻഫ്ലേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് വ്യാപാരികൾ ആദ്യം രംഗത്ത് വന്നിരുന്നു. പിന്നീട് ഇപ്പോൾ നമ്മുടെ അയൽരാജ്യങ്ങളിലെല്ലാം കണ്ടതുപോലെ ഒരു ജെൻസി പ്രൊട്ടസ്റ്റ് പോലെ യുവാക്കൾ വരെ ഈ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ഇൻഫ്ലേഷനും വിലവർധനവും മാത്രമല്ല കാരണം. ഇറാനിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന പല അസ്വസ്ഥതകളും ഇത്തരം പ്രശ്നങ്ങൾ അത് പൊട്ടിപ്പുറപ്പെടാൻ കാരണമായിട്ടുണ്ട്. ഇത് സുപ്രീം ലീഡറിന് ഇപ്പോൾ ഈ വധശിക്ഷ എന്നുള്ള രീതിയിൽ അവിടുത്തെ ഖമനയ്ക്കെതിരെ തന്നെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങാൻ കാരണവും ഇത് തന്നെയാണ്. പ്രധാനമായിട്ടും വരൾച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അത് ഇറാൻ നേരിടുന്നുണ്ട്. ഈ വരൾച്ച അതിന് മറ്റ് ധനസഹായങ്ങൾ വിതരണം ചെയ്യാൻ സർക്കാർ പൂർണ്ണമായിട്ടും പരാജയമായിരുന്നു. മുൻപ് ഹിജാബ് വിഷയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ രാജ്യത്ത് നിലനിന്നിരുന്നു. വിദ്യാർത്ഥികൾക്കെതിരെ പല വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളും അവിടുത്തെ സർക്കാർ സ്വീകരിച്ചിരുന്നു. ഇത്തരം വർഷങ്ങളായി നിലനിന്നിരുന്ന ഈ അസ്വസ്ഥതകൾ അതെല്ലാം കൂടി വന്നാണ് ഇപ്പോൾ ഈ സർക്കാരിന് പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ, മുൻപ് സൈന്യത്തെ ഉൾപ്പെടെ മുന്നിട്ടിറക്കി എല്ലാം അടിച്ചമർത്തിയ ശീലമായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് പോലും സാധിക്കാത്ത രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് പോകുന്നത്. ഇത്തരത്തിൽ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ 1979 അവിടെ എങ്ങനെയാണോ ഇസ്ലാമിക് റവല്യൂഷൻ നടന്നൊരു ഭരണമാറ്റം ഉണ്ടായത്, അതുപോലെ ഒരു റവല്യൂഷനിലേക്കാണോ പോകുന്നത് എന്നൊരു സംശയം തന്നെ നമുക്ക് കാണേണ്ടി വരും. അതാണ് ഇറാനിലെ സാഹചര്യം. ഏതായാലും കാത്തിരുന്നു കാണണം എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത്. വലിയ പ്രതിഷേധം ഇറാനിൽ തുടരുന്ന പശ്ചാത്തലമുണ്ട്. അമേരിക്കയുടെ ഇടപെടൽ അവിടെ ഉണ്ടാകും എന്നുള്ള എല്ലാ സൂചനകളും പുറത്തു വരുന്നുമുണ്ട്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.